പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 7 പാട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം എനിക്ക് നൽകുവാനുള്ളൊരു ദൈവിക സന്ദേശം. ദൈവത്തിൻ്റെ വലങ്കരത്തിന് നീതിയുണ്ട്. നീതിയുള്ള വലങ്കരം, നീതിയുള്ള വലങ്കൈ കൊണ്ട് കർത്താവ് നമ്മെ താങ്ങും. ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തി താങ്ങുന്നതിലൊക്കെ അപ്പുറമായി എത്രയോ ശ്രേഷ്ഠമായ ഒരു താങ്ങ് സ്വർഗീയ അപ്പൻ്റെ കരത്തിനുണ്ട്. ആ കരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നീതിയുള്ള കരം. ഈ ലോകത്തിലുള്ള പല കരങ്ങളിലും അനീതി നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കരം നീതിയുള്ള കരമാണ്. ആ നീതിയുള്ള കരം കൊണ്ട് കർത്താവ് തൻ്റെ ജനത്തെ താങ്ങുകയാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പലയിടങ്ങളിലും കർത്താവ് തൻ്റെ ഉള്ളം കരത്തിൽ നമ്മെ വരച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നൽകുന്നൊരു ഉറപ്പാണ്. കർത്താവിൻ്റെ വലങ്കരം നീതിയുള്ള വലങ്കരമാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്കിങ്ങനെയും കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു, എൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്. കർത്താവിൻ്റെ വലങ്കരം നമ്മെ താങ്ങുന്ന കരമാണ്. ഇന്ന് എന്നെ ഈ നിമിഷത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഏതെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ നിങ്ങളിന്നായിരിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, എത്ര മോശമാണെങ്കിലും, എത്ര പ്രതീക്ഷ അറ്റുപോയ മേഖലയാണെങ്കിലും, കർത്താവിൻ്റെ ആത്മാവിന് നൽകുവാനുള്ളൊരു ഉറപ്പ്, നിന്നെ താങ്ങുവാൻ ഒരു സ്വർഗത്തിലെ കരമുണ്ട്. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കരം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പാട്ടുകാരൻ എഴുതുന്നത്. ക്ഷീണിക്കാത്തൊരു കരം. ആമേൻ. ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്ന കരമാണ്. ഹല്ലേലൂയ. കർത്താവ് നൽകുന്നൊരു ഉറപ്പ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാ ഭാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ വിഷമങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ ഭയങ്ങളെയും ഭ്രമിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളൊന്ന് ഏൽപ്പിക്കുവാൻ പറ്റുമോ? ആ കർത്താവിൻ്റെ വലങ്കരം നമ്മെ താങ്ങുന്ന വലങ്കരമാണ്. ആ കർത്താവിൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.